Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിന്റെ സീസൺ 5ന്റെ എപ്പിസോഡ് 22ന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. സോ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ വീഡിയോ വളരെ ചെറുതായിരിക്കും. കാര്യം നമ്മൾ ഇന്ന് ഓൾറെഡി വൺ പീസിന്റെ വീഡിയോ ചെയ്യാനുണ്ട്, അതേപോലെ ബ്ലാക്ക് ലോന്റെ വീഡിയോ ഒരെണ്ണം ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലാക്ക് ലോന്റെ ചാപ്റ്റേഴ്സ് അല്ല 381, 82 ആൻഡ് 83 കാണുന്നുണ്ടെങ്കിൽ മേലെ ഈ ആയി നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലാക്ക് ലോന്റെ ചാപ്റ്റേഴ്സ് ആയുള്ള 381, 82 ആൻഡ് 83ന്റെ മലയാളം എക്സ്പ്ലനേഷൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേലെ ഈ ലിങ്കിൽ നിൽക്കാൻ മാത്രം മതി. ആൻഡ് വൺ പീസിന്റെ ചാപ്റ്റർ ഇതുവരെ റിലീസ് ആയിട്ടില്ല, അതെന്തായാലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഒരു ചാപ്റ്റർ മാത്രം പറഞ്ഞ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വിഷമിക്കേണ്ട, നാളെ വന്ന് നമ്മൾ വീണ്ടും പഴയ പോലെ ആ 2 ചാപ്റ്റർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനം ആർത്തറും യൂട്ടോ ആയിട്ടുള്ള ആ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ആ ഒരു കൗൺസിൽ റൂമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനറൽ ആയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഇൻഫോർമേഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. സോ തൽക്കാലത്തേക്ക് ഇവന്റ്സിനെ പറ്റി നമുക്ക് ആർത്തറിന്റെ ഭാഗത്തു നിന്ന് തന്നെ കേട്ടുകൊണ്ട് തുടങ്ങാം. തീർച്ചയായും അത് കഴിഞ്ഞ് ആർത്തർ ഉള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്, കൗൺസിലിന്റെ അടുക്കെ പറയുന്നുണ്ട്, ആ ഫൈറ്റും എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ സീരിയസ് ആണ്, യൂട്ടിനെ ഡിഫീറ്റ് ചെയ്യുന്നുള്ള കാര്യം മാത്രം അവൻ പറഞ്ഞില്ല. ബാക്കി അവനെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ചില സമയത്ത് അവർക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി ഫർദർ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടായിരുന്നു. ചിലവർക്ക് അവന്റെ സ്റ്റോറിയിൽ ചെറിയ ഡൗട്ടും ഉണ്ടായിരുന്നു. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ഒന്നല്ല 2 റിട്ടേണേഴ്സിനെ ഡിഫീറ്റ് ചെയ്തു, നീ ഇതുവരെ ഒരു വൈറ്റ് കോർ ആയിട്ടുമില്ല. അത് മാത്രമല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ലാൻസ് ഓൾറെഡി മരണപ്പെട്ടിരിക്കുന്നു. സോ ഇതെല്ലാം നിനക്കെങ്ങനെയാണ് സാധ്യമായത്? ആർത്തർ ഒരു ലാൻസ് ആണ്, അതിൻ്റെ ഇത് നമ്മൾ ഉറപ്പായിട്ടും അവന് കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് പറഞ്ഞല്ല, അത് ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും. പക്ഷേ അവൻ 2 പാരിലും വിക്ടോറിയസ് ആയിട്ടാണ് തിരിച്ചു വന്നത്. അതെങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ നോളജ് വെച്ചുകൊണ്ട് ബാക്കിയുള്ള ലാൻസിനെ നമുക്ക് ട്രെയിൻ ചെയ്യാമല്ലോ. സോ ഭാവിയിലുള്ള ഫൈറ്റിന് അത് നമ്മളെ നന്നായിട്ട് ഉപകാരപ്പെടുത്തില്ലേ? ഈ സമയത്ത് തന്നെ ആർത്തറിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ലായിരുന്നു. ആൻഡ് കിങ് ഗ്ലേഡിയറായിട്ട് ആർത്തറിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, കിങ് ഗ്ലേഡിയർ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ആദ്യം ഫൈറ്റ് ചെയ്ത റിട്ടേണർ അത് യൂട്ടോയുടെ അത്രയും സ്ട്രോങ്ങർ ഒന്നും അല്ലായിരുന്നു. പക്ഷേ ആൻഡ് ഈവൻ ഞാൻ തിരിച്ചു വന്നപ്പോൾ ആഷുര ഫ്രോഡ് ചെയ്ത ഒരു ബ്രോക്കൺ സോഡായിട്ടാണ് തിരിച്ചു വന്നത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞുകൊണ്ട് ആർത്തർ തന്റെ ഒടുവിൽ തൊടുന്നുണ്ട്. ഈ സമയത്ത് വിറിയൻ തലകുനിച്ചു. എന്നിട്ടാണ് ആർത്തർ അത് കാണിച്ചു കൊടുക്കുന്നത്. ദേ, ഈ കാണുന്ന സ്കാർസുമായിട്ടാണ് ഞാൻ തിരിച്ചെത്തിയത്. ഇത് കണ്ട ആയെയും ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. യൂട്ടോന് എന്നെ കൊല്ലാമായിരുന്നു, എന്നെ മാത്രമല്ല സിൽവിനെ കൊല്ലാമായിരുന്നു. പക്ഷേ അവന് വേണ്ടത് ഒരു വേർത്തിയുള്ള ബാറ്റിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മനഃപൂർവ്വം അവന്റെ ഗാർഡ് ഡ്രോപ്പ് ചെയ്തു ഞാനോട് എൻഗേജ് ചെയ്യുമായിരുന്നു. അവൻ കെയർലെസ് ആയ ആ ഒരൊറ്റ നിമിഷമാണ് ഞാനും സിൽവി മുതലെടുത്ത് അവന്റെ ഹോൺസ് ഡിസ്ട്രോയ് ചെയ്തത്. പക്ഷേ നിനക്കെങ്ങനെ അറിയാം ഒരു വിട്ടയുടെ ഹോണിലാണ് അവരുടെ എബിലിറ്റി ഓഫ് ഫൈറ്റ് ഇരിക്കുന്നതെന്ന്? സത്യം പറഞ്ഞാൽ അത് എനിക്കും അറിഞ്ഞൂട്ടായിരുന്നു, ആശുറാസിനും അറിഞ്ഞൂട്ടായിരുന്നു. ആശുറാസ് അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് മരണപ്പെട്ട ലേറ്റ് ലാൻസായുള്ള ആലിയ അത് മെൻഷൻ ചെയ്തിരുന്നു. ആലിയയും യൂട്ടും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിന്റെ അടുക്ക് യൂട്ടോ ഫ്യൂരിയസ് ആയത് ആലിയ അവന്റെ കൊമ്പൊടിച്ചപ്പോഴാണ്. പക്ഷേ അതൊരു ഉത്തരമല്ലെന്ന് പറഞ്ഞിട്ട് ബെറിയൻ ചാടിയപ്പോഴാണ് അവൾ തടഞ്ഞത്. ബെറിയൻ അടങ്ങി നിൽക്കി, ആർത്തർ നീ ബാക്കി പറഞ്ഞോളൂ. ഞങ്ങൾ ആ കൊമ്പുകൾ ഒടിച്ചു കഴിയുമ്പോൾ അവന്റെ പവർ ശരിക്കും കുറഞ്ഞു. പിന്നെ ബെയർലി ഞങ്ങൾ അവനെ ഓവർ പവർ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അവനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. പിന്നെ ഞാൻ കണ്ണു നിറക്കുമ്പോൾ ഞാൻ ജനറൽ ആയുടെ തൊട്ട് സൈഡിലുണ്ടായിരുന്നു. സിൽവി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ഇപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവൾ എഴുന്നേക്കൊന്നുള്ള സൈൻ പോലും കാണിക്കുന്നില്ല. ഇത് പറയാനുള്ളത് അവിടെ ഫുള്ള് സൈലന്റ് ആയിട്ടുണ്ട്. ആർത്തർ നീ പറഞ്ഞതെല്ലാം നോട്ടഡ് ചെയ്തിരിക്കുന്നു. സോ അടുത്ത ബിസിനസ് അതെന്തുവാണ്? അത് പിന്നെ മറ്റെന്താണ്, ഡാവ്സോടുള്ള അലയൻസിനെ പറ്റിയല്ലേ? ആ നായകൾ ട്രേറ്റേഴ്സും ആയിരുന്നു. അത് മാത്രമല്ല ഈ ആശ്വാസ് ഒക്കെ എവിടെ പോയി കിടക്കാണ്? വെക്കേഷന് പോയോ? അവരല്ലേ ഇവരൊക്കെ നോക്കിയത്? ഇവർ റാഡിയസിനായിട്ട് ഇംപ്രഷൻ ചെയ്തിട്ടുണ്ട്. ലോർഡ് ആൽനിയറും ഇപ്പൊ ഇവിടേക്ക് വരുന്നില്ല. ഇവർ ഡാവ്സിനെ ലെഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ആരും തന്നെ ഇല്ല. ജനറൽ ആർത്തർ പറഞ്ഞു വെച്ച് നോക്കാനത്ത് ഡാവ്സിനെ ഇനി വിശ്വസിക്കാൻ പറ്റുമെന്നും അറിഞ്ഞൂടാ. അവരുടെ മൾട്ടിപ്പിൾ ഫാക്ഷൻസ് ചിലപ്പോൾ അലക്രൈൻ ആർമിയുടെ കൂടെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. എങ്കിൽ സാപ്പിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാരെ അവിടേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അത് നടക്കത്തില്ല. ഒരു ഹ്യൂമൻ മിലിറ്ററി അവിടേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ വീണ്ടും വഷളാകത്തേയുള്ളൂ. നമുക്ക് ഒരിക്കലും ഫോഴ്സ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ സമയത്ത് ആർത്തർ ഒന്ന് ആലോചിക്കുന്നുണ്ട്, അല്ല റാഡിയസ് ക്യാപ്ചർ ചെയ്ത കാര്യം പബ്ലിക്കിൽ പറഞ്ഞിരുന്നോ? ഇല്ല, അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ അത് നമ്മുടെ അഡ്വാൻറ്റേജിലേക്ക് നമുക്ക് യൂസ് ചെയ്താൽ പോരെ? ബ്രില്യന്റ് ആർത്തർ, നീ എപ്പോഴും ഇതേപോലെ എന്നെ വിസ്മയിപ്പിക്കാറുണ്ട്. ശരിയാണ്, റാഡിയസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് കിട്ടുമല്ലോ. അതും ശരിയാണ്, എനിമീനെ അവനെ വെച്ച് കണ്ടുപിടിക്കാമല്ലോ. അവന്റെ കഥകളെ പറ്റി അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ആലക്രൻസിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചോർത്തിയെടുക്കണം. ശരിയാണ്, അത് പെർഫെക്റ്റ് ആയുള്ള ഒരു ഐഡിയ തന്നെയാണ്. എന്നിട്ട് വിരയൻ പറയും ചെയ്യും, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടില്ലേ? ഞാൻ എന്തായാലും ജനറൽ മിക്കയുടെ ക്വസ്റ്റനിങ് കൈകാര്യം ചെയ്തോളാം. എന്തായാലും വിട്രിയനെ ഹാൻഡിൽ ചെയ്യട്ടെ. റാഡിയസിന്റെ ഇന്റഗ്രേഷൻ അതെന്തായാലും ഡോസിന്റെ അലയൻസുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ ചെയ്യാനായിട്ട്. സോ ഇതെന്തായാലും
ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഇതൊരു യുദ്ധമാണ്. എല്ലാവർക്കും നമുക്ക് അവരുടേതായ കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഒന്നല്ല, 2 റിട്ടേണേഴ്സിനെ ഡിഫീറ്റ് ചെയ്തു, ഒരു ട്രൈറ്ററിനെ എലിമിനേറ്റ് ചെയ്തു. ഇതൊക്കെ റിവാർഡ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. കമാൻഡർ വേറിയൻ, നന്ദിയുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഇത് റിവാർഡ്സിന് വേണ്ടി ചെയ്ത കാര്യമല്ല. തൽക്കാലത്തേക്ക് എനിക്കൊന്നും വേണ്ട. അപ്പോൾ ആർത്തർ, താങ്കൾക്ക് എന്തെങ്കിലും? കഴിഞ്ഞ ജന്മത്തെ വെച്ച് എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു. ഇതേപോലുള്ള സിറ്റുവേഷൻസിൽ വെച്ച് മാത്രമേ നിങ്ങൾക്ക് ബെസ്റ്റ് ആയുള്ള റിവാർഡ്സ് കിട്ടത്തുള്ളൂ. പക്ഷേ എനിക്ക് ആവശ്യമായ ഒരു കാര്യമുണ്ട്. ഓ, അങ്ങനെയാണോ? കേൾക്കട്ടെ, നീ പറഞ്ഞോളൂ, എന്താണ് വേണ്ടത്? ഈ സമയത്ത് ആയം ശരിക്കും ക്യൂരിയസായി ആർത്തർ എന്തുമായിരിക്കും പറയാൻ പോകുന്നതെന്ന്. ആർത്തർ 1 മിനിറ്റ് ഒന്നും മിണ്ടാതെ നിന്നു. എന്നിട്ട് പറയുകയും ചെയ്യും, എനിക്ക് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ എലീനയാണ്. അവളാട്ടെ അവളുടെ റൂമിലിരുന്ന് മുടിയൊക്കെ ചീവിക്കൊണ്ടിരിക്കുകയെന്ന്. അവളുടെ സൈഡിൽ തന്നെ ബൂ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. പെട്ടെന്നാണ് ബൂ എണീറ്റത്. കാര്യം ആരും ഒന്ന് കഥയിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആൻഡ് അത് മറ്റാരുമല്ല, ആർത്തറായിരുന്നു. ഈ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, എലി, ഞാൻ നിന്റെ ബ്രദറിന്റെ ഗോസ്റ്റാണ്. ഞാൻ നിന്നെ പിടിക്കാൻ വന്നതാണ്. ബൂ അറ്റാക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ബൂ ചാടി പുറത്തേക്ക് ചാടുന്നുണ്ട്. എന്നിട്ട് ആർത്തന്നെ നന്നായിട്ട് നക്കുകയും ചെയ്യും. എടാ മതിയടാ, ഇതൊക്കെ മതിയെന്ന് പറയാൻ നേരത്ത് അവൾ പറയും ചെയ്യും, പ്രേതവാ, നീ എന്താ വിചാരിച്ചത് എനിക്ക് 5 വയസ്സേ ഉള്ളെന്നോ? പറയാൻ പറ്റത്തില്ല, നിനക്ക് 5 വയസ്സേ ഉള്ളെങ്കിലോ? ആ സമയത്ത് അവൾ ഓടി വന്ന് ആർത്തനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ബ്രദർ. ആ സമയത്ത് തന്നെ ആർത്തർ പറയും ചെയ്യും, ശരിയാണ്, നിന്നെ കണ്ടതിലും സന്തോഷം. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഓൾറെഡി മറ്റ് 2 വീഡിയോസും കൂടെ ചെയ്തുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു ചാപ്റ്ററായിട്ട് ഞാൻ ഇന്ന് ഇറക്കിയത്. നാളെ തൊട്ട് നമ്മൾ വീണ്ടും പഴയ പോലെ 2 ചാപ്റ്റേഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.